ഹായ് ഹലോ അപ്പം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ ഫ്ലൈറ്റ് നിരങ്ങി വരുന്നു കേട്ടോ. മലേഷ്യൻ എയർലൈൻസിൻ്റെ MS117. അങ്ങനെ നമ്മുടെ ബോർഡിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടി. നമ്മുടെ നേരെ ബോർഡ് ചെയ്ത് നമ്മുടെ ഫ്ലൈറ്റിലേക്ക് കേട്ടോ. സമയം ഇപ്പം ഏകദേശം 1 മണിയായി കേട്ടോ. നമ്മുടെ ബോർഡിംഗ് പാസ് കാണിച്ചു. നമ്മൾ ഫ്ലൈറ്റിനകത്തേക്ക് കയറി. നെക്സ്റ്റ് നമ്മുടെ സീറ്റ് നോക്കണം കേട്ടോ. എൻ്റെ സീറ്റ് 24F ആണ്. അപ്പോൾ ഈ ഫ്രണ്ടിൽ പോയ ചേട്ടനെ മറികടന്ന് നമുക്ക് നമ്മുടെ 24F എന്ന് പറഞ്ഞ സീറ്റിലേക്ക് പോകാം കേട്ടോ. കിടക്കുന്നു 24F. നിർഭാഗ്യവശാൽ അത് മിഡിൽ സീറ്റ് ആട്ടോ. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വേറെ സീറ്റുണ്ട്. നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് എന്തായാലും വിൻഡോ സീറ്റ് കിട്ടിയില്ല. സാരമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിനിയിപ്പോൾ ഫ്ലൈറ്റ് എന്തൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം കേട്ടോ. ഒരു പില്ലോ ഉണ്ട്, ഒരു ബ്ലാങ്കറ്റ് ഉണ്ട്. അതിനുശേഷം നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഒരു ബുക്ക്, സേഫ്റ്റി മാനുവലിൻ്റെ ബുക്ക്. ഇവിടെ ഒരു ബേസിക് ചാർജിങ് പോയിന്റ് ഉണ്ട് കേട്ടോ, ഫോണൊക്കെ ചാർജ് ചെയ്യാൻ. പിന്നെ നമ്മുടെ ട്രേ ടേബിൾ, ഫുഡൊക്കെ വെച്ച് കഴിക്കാനായിട്ടൊരു ട്രേ ടേബിൾ. അതിനുശേഷം നമ്മുടെ ഇൻഫ്ലൈറ്റ് മാഗസിൻ മലേഷ്യൻ എയർലൈൻസിൻ്റെ ഇവിടെ നമുക്ക് കാണാം. പറ്റുവാണെങ്കിൽ ഇത് വീട്ടിൽ കൊണ്ടുപോകണം. അതിനുശേഷം നമ്മുടെ മേലെ AC വെൻസും ബാക്കി ലൈറ്റ്സും പിന്നെ ഒരു സ്പീക്കർ, പാസഞ്ചർ. പിന്നെ നമുക്ക് ഇൻഫ്ലൈറ്റ് ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഫോൺ ഇവിടെ വെച്ചിട്ട് നമുക്ക് കാണാനായിട്ടുള്ള ഒരു സൗകര്യമുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ എയർ ഹോസ്റ്റസൊക്കെ വന്നു, സേഫ്റ്റി ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. സമയം ഇപ്പോൾ 1:30 നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പം ടേക്ക് ഓഫ് ചെയ്യും കേട്ടോ. ടേക്ക് ഓഫ് ചെയ്ത് അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഫുഡ് കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു കേട്ടോ ഫ്ലൈറ്റിൽ. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മിൽമയുടെ ഒരു കേട്, ഒരു കുഞ്ഞ് പാക്കറ്റ് സോൾട്ടഡ് പീനട്ട്. അതിനുശേഷം ഇത് ഒരു പൊറോട്ട കേട്ടോ. മുകളിലിരിക്കുന്ന ഒരു പൊറോട്ടയാണ്. അതിനകത്ത് എന്താ നമുക്ക് നോക്കാം. അകത്ത് ഐ തിങ്ക് ചിക്കൻ ബിരിയാണിയാണ്. ഒരു ഹാഫ് പീസ് എഗ്ഗ്, ഒരു ഗുലാബ് ജാമുൻ, പിന്നെ ഒരു സാലഡ്. നമുക്ക് എന്തായാലും ടേസ്റ്റി ആയിട്ടുള്ള ചൂടുള്ള ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. എനിക്ക് പൊതുവെ ഫ്ലൈറ്റിലെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ ബിവറേജസ് വരുന്ന സമയം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനൊരു റെഡ് വൈൻ ഓർഡർ ചെയ്തു. ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞാൻ മലേഷ്യ എയർപോർട്ടിലെത്തി കേട്ടോ. മലേഷ്യയിലെത്തി. ഇനിയും എൻ്റെ നെക്സ്റ്റ് ഫ്ലൈറ്റ് ബാലിയിലേക്ക് പോകേണ്ട ഫ്ലൈറ്റ് നെക്സ്റ്റ് ടെർമിനലിലാണ്. അപ്പോൾ നമുക്ക് ആ ടെർമിനലിൽ പോകേണ്ടത് ഈ ഒരു ട്രെയിനിലാണ്. ഞാൻ ഇനി ഈ ട്രെയിനിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു കേട്ടോ. എന്തായാലും അടിപൊളി കേട്ടോ. ഭയങ്കര വലിയ എയർപോർട്ടാണ്. ഒന്ന് ഓർത്തേക്ക്, ഒരു ടെർമിനലിൽ നിന്ന് മറ്റേ ടെർമിനലിലേക്ക് പോകാൻ ദുബായ് എയർപോർട്ടൊക്കെ പോലെ ട്രെയിനിൽ പോണത്. അനയുടെ ഒരു ഫ്ലൈറ്റ് ഉണ്ടോ, ജപ്പാൻ. അങ്ങനെ ഞാൻ എൻ്റെ ടെർമിനലിൽ എത്തി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ മലേഷ്യ എയർപോർട്ടിൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളുടെയൊക്കെ ഒരു നീണ്ട നേരം തന്നെ നമുക്ക് കാണാൻ പറ്റും. പല ടൈപ്പ് ഓഫ് ഷോപ്പുകൾ, ചോക്ലേറ്റിൻ്റെതും അല്ലാത്തതും ഒക്കെ കുറേ ടൈപ്പ് ഓഫ് ഷോപ്പുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഭയങ്കര രസമാണ്. നമുക്ക് ഓരോരോ ഷോപ്പുകളിലൊക്കെ കയറി നമുക്ക് അങ്ങനെ കളയാൻ പറ്റും. പിന്നെ കുറേ വ്യൂയിങ് ഗാലറി പോലെ ഇങ്ങനെ നമുക്ക് ഫ്ലൈറ്റൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കാം. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് മലേഷ്യ എയർപോർട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ നിൽക്കും കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു കേട്ടോ. ഇതുണ്ടോ ലിറ്റിൽ മലേഷ്യ എന്നൊരു ഷോപ്പ്. ഇവിടെ നമുക്ക് പല ടൈപ്പ് ഓഫ് തനത് മലേഷ്യൻ ഐറ്റംസ് ഒക്കെ കാണാൻ പറ്റും. ഫുഡ് ഐറ്റംസും സുവനീഴ്സും കീ ചെയിനും. ഇതേ നമ്മുടെ ദൂരിയാൻ, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ വൺ ഓഫ് ദ മെയിൻ ഐറ്റമാണ് ദൂരിയാൻ. എവിടെ പോയാലും തായ്ലാൻഡും മലേഷ്യയും ഒക്കെ പോയാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ദൂരിയാൻ. നമുക്ക് എന്ത് രസമല്ലേ ഈ സൂനിയേഴ്സൊക്കെ നോക്കി. നമുക്ക് എന്തായാലും വാങ്ങിക്കണം അവിടെ. ഇവിടുന്ന് നല്ല രസമുണ്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സൂനിയേഴ്സൊക്കെ. നമ്മൾ അടുത്തത് പോകുന്നത് സ്വിറ്റ്സർലാൻഡിലെ തന്നെ ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ബ്രാൻഡിലാട്ടോ. ലഡാച്ച് എന്ന് പറഞ്ഞൊരു ചോക്ലേറ്റ് ബ്രാൻഡിലാണ് നമ്മൾ അടുത്തത് പോകുന്നത്. ഇവർക്ക് കുറേ പ്രത്യേകതകളുണ്ട് കേട്ടോ. ഇത് 1962 ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഈ ഒരു ചോക്ലേറ്റ് കമ്പനി. പിന്നെ ഇവരുടെ ക്വാളിറ്റിയാണ്. ഇവരുടെ ചോക്ലേറ്റ്സ് അധികം നാൾ നീണ്ടു നിൽക്കില്ല. കാരണം ഇവർ അഡിറ്റീവ്സും പ്രിസർവേറ്റീവ്സും ഒന്നും അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇവരുടെ ചോക്ലേറ്റിൻ്റെ ലൈഫ് ഭയങ്കര കുറവാണ്. പക്ഷേ ടേസ്റ്റിന് ഭയങ്കര പേര് കേട്ട ഒരു കമ്പനിയാണ് ഈ ഒരു കമ്പനി. ഇവരുടെ എല്ലാ ചോക്ലേറ്റുകളും ഒറിജിനലി മെയ്ഡ് ഇൻ സ്വിറ്റ്സർലാൻഡ് ആണ്. സ്വിറ്റ്സർലാൻഡിൽ ഡയറക്റ്റ് മെയ്ഡ് ചെയ്ത് കൊണ്ടുവരുന്ന ചോക്ലേറ്റ്സ് ആണ് ഇവരുടെ ചോക്ലേറ്റ്സ് എല്ലാം. അതേപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് ബീൻ ടു ചോക്ലേറ്റ്. അതായത് ഇവർ
കൊക്കോ ബീൻ കണ്ടുപിടിക്കുന്നത് മുതൽ അവർ ഡയറക്റ്റ് ആ ചോക്ലേറ്റ് പ്രൊഡക്ഷൻ ചെയ്യുന്നവരെ കമ്പനി നേരിട്ട് തന്നെയാണ് അതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നതും ഒക്കെ. അതുകൊണ്ട് അവരുടെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാത്തൊരു കമ്പനിയാണ്. പിന്നെ ഈ ചോക്ലേറ്റ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തേക്കുന്നതും പാക്ക് ചെയ്തേക്കുന്നതും ഒക്കെ ഭയങ്കര പ്രീമിയം ആയിട്ടോ, ഭയങ്കര രസമുണ്ട്. ഇവിടെ വരുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ലും ഭയങ്കരമാണ്. ഭയങ്കരമായിട്ട് നമുക്ക് ക്രേവിങ്സ് ഉണ്ടാക്കുന്ന ഒരു ഫീലാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. ഇത് നോക്കി ഒരു ഫോറസ്റ്റ് കൺസെപ്റ്റ് പോലെ കുറേ മരങ്ങളൊക്കെ ഒരു എയർപോർട്ടിനുള്ളിൽ തന്നെ വെച്ച് നട്ട് വളർത്തി വെച്ചേക്കുന്നുണ്ടോ. എന്ത് രസമല്ലേ, എയർപോർട്ടിനകമാണ് നിങ്ങൾ ഓർക്കണത്.